AMD പ്രോസസർ കരുത്ത് പകരുന്ന ഡെല്ലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ വാല്യൂ ഫോർ മണി ലാപ്ടോപ്പ്, അതാണ് ഡെൽ പ്രോ 14. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പ്രൊഫഷണൽസിനും അതുപോലെ എവറിഡേ യൂസേഴ്സിനും ഒക്കെ മികച്ച പെർഫോമൻസ് നൽകുന്ന തരത്തിൽ AMD പ്രോസസറുമായിട്ട് വരുന്ന ഒരു പുതിയ ലാപ്ടോപ്പാണ് ഡെല്ലിന്റെ ഡെൽ പ്രോ 14 എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പ്. നമുക്ക് ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതുവരെ ഡെല്ല് ലാപ്ടോപ്പുകൾക്ക് പേര് നൽകിയിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ് നൽകുന്ന തരത്തിലുള്ള ഒരു പുതിയ നെയിമിംഗ് സിസ്റ്റമാണ് ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്നത്, ഡെൽ പ്രോ 14. അപ്പോൾ പേരിലെ വ്യത്യസ്തത പോലെ തന്നെ ലാപ്ടോപ്പും വളരെ ഫ്രഷ് ആണ്, വളരെ പെർഫോമൻസ് ഓറിയന്റഡ് ആണെന്ന് പറയാതെ വയ്യ. വാല്യൂ ഫോർ മണിയാണ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടി AMD Ryzen 5 എന്ന 220 പ്രോസസറാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രോസസറിന് 6 കോറുകളും 12 ത്രെഡുകളും ഉണ്ട്. മാത്രമല്ല 4.9 GHz ആണ് ഇതിന്റെ ഒരു ക്ലോക്ക് സ്പീഡ്. അതുകൊണ്ട് തന്നെയും ആപ്പ് ലോഡിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ. മാത്രമല്ല മൾട്ടി ടാസ്കിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ, വളരെ വേഗതയിൽ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ചെയ്യാൻ സാധിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള AMD പ്രോസസറാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. 8 GB RAM ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. അതും LPDDR5 RAM ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 512 GB SSDയും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് AMDയുടെ പ്രോസസറുമായിട്ട് വരുമ്പോൾ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ AI കാലമാണ്. ഈ ഒരു ലാപ്ടോപ്പും മറിച്ചല്ല, നിരവധി AI ഫീച്ചറുകളാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്തും ഡെൽ നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി ഡെൽ പ്രോ AI സ്റ്റുഡിയോ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് പ്രധാനമായിട്ടും AI നൽകിയിരിക്കുന്നത് പറയുന്നത് നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റിയും അതുപോലെ പ്രൈവസി നല്ല രീതിയിൽ മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഡെൽ പ്രോ AI സ്റ്റുഡിയോ ഉപയോഗിച്ചുകൊണ്ട് നിരവധി AI ഫീച്ചറുകൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനാകും. ഈ ഒരു ലാപ്ടോപ്പ് നോക്കിയാൽ വളരെ സ്ലീക്ക് ആൻഡ് കോമ്പാക്ട് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു ലാപ്ടോപ്പ് ക്യാരി ചെയ്ത് ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്നതിന് ഭയങ്കര ഈസിയാണ്. അത്രയും കോമ്പാക്റ്റും സ്ലീക്കുമാണ് ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയാതെ വയ്യ. ഇതിന്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 1.35 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയും നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. മെറ്റാലിക് ഫിനിഷാണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മികച്ച ഒരു ഡ്യൂറബിലിറ്റി ഈ ഒരു ലാപ്ടോപ്പിനുണ്ട്. മാത്രമല്ല മിലിറ്ററി സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ പാസ്സായ ഒരു ലാപ്ടോപ്പാണിത്. അതുകൊണ്ട് തന്നെയും അങ്ങനൊന്നും പെട്ടെന്നൊന്നും ഇതിന്റെ ബിൽഡിനൊന്നും യാതൊരു പ്രശ്നവും വരില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെയും ഈ ഒരു ലാപ്ടോപ്പിന് ലഭിക്കും. പ്ലാറ്റിനം, സിൽവർ അതുപോലെ മാഗ്നറ്റൈറ്റ് എന്നീ 2 കളർ ഓപ്ഷനുകളിലാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ലഭിക്കുന്നത്. ഇതിന്റെ പുറത്ത് ഇവിടെ ഡെൽ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ പോർട്ടുകളും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ താഴെ ഈ ഹീറ്റ് വെന്റിലേഷന് വേണ്ടി നല്ല ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഈ 2 ബുഷുകളിലാണ് ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ റെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ ഒരു വലത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 USB-A പോർട്ടുകൾ കാണാം. അതിനകത്ത് ഒന്ന് പവർ ഷെയറിന് വേണ്ടിയിട്ടുള്ള പോർട്ടാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഈതർനെറ്റ് പോർട്ട് ഉണ്ട്. ഇപ്പോൾ വരുന്ന പല ലാപ്ടോപ്പുകളിലും കാണാത്ത ഒന്നാണ് ഈ ഒരു ഈതർനെറ്റ് പോർട്ട്, അതും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ 4.5mm പവർ പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. HDMI 2.1 പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. 2 ഫാസ്റ്റ് ആയിട്ടുള്ള തണ്ടർബോൾട്ട് 4 USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോബൽ ഹെഡ്സെറ്റ് പോർട്ടും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നോക്കിയത് ഇത്തരത്തിലൊരു 180 ഡിഗ്രി വരെ നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ മറ്റൊരു പ്രത്യേകത. 14 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. അതും ഫുൾ HD+ റെസൊല്യൂഷൻ ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുണ്ട്. അതുപോലെ ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്ലെയർ അതുകൊണ്ട് തന്നെയും ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നില്ല. 300 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയവും വരുന്നില്ല. നമുക്ക് നല്ല വിസിബിൾ ആയിട്ട് ഇതിന്റെ ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബെസൽ നോക്കിയാൽ വളരെ തിൻ ആയിട്ടുള്ള ഒരു ബെസലാണ്, ഓവർ ബെസലൊന്നുമില്ല. അതുപോലെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു വെബ് ക്യാം നൽകിയിരിക്കുന്നത്. ആ ഒരു വെബ് ക്യാമിന് ഇതുപോലെ ഒരു പ്രൈവസി ഷട്ടറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപയോഗമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈവസി ഷട്ടർ നൽകിയിരിക്കുന്നത്. ഈ ഒരു വെബ് ക്യാമറയുടെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD+ റെസൊല്യൂഷൻ ആണ്. മാത്രമല്ല IR ഒക്കെ നൽകിയിരിക്കുന്ന തരത്തിലുള്ള ഒരു വെബ് ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. വേരിയസ് റെസൊല്യൂഷനിൽ നമുക്ക് ഈ ഒരു വെബ് ക്യാമറ ഉപയോഗിക്കാം എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഡ്യുവൽ അറേ മൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നിലേക്ക് ഇരുന്ന് വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ ആ ഒരു ഡ്യുവൽ അറേ മൈക്കും സഹായിക്കും. സ്റ്റീരിയോ സ്പീക്കറുകളാണ് മികച്ച സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. റിയൽ ടെക് കൺട്രോളേഴ്സ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രത്യേകത. മികച്ച ബാറ്ററി ലൈഫാണ് ഡെൽ പ്രോ 14 എന്ന് പറയുന്ന ലാപ്ടോപ്പിന്റെ മറ്റൊരു പ്രത്യേകത. ഏകദേശം 15 മണിക്കൂറിലധികമുള്ള ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുമെന്നാണ് ഡെൽ അവകാശപ്പെടുന്നത്. 3 സെൽ 45 kWh ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 65 വാട്ടിന്റെ ഒരു AC അഡാപ്റ്ററും ലാപ്ടോപ്പിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ലാപ്ടോപ്പിനകത്ത് വിൻഡോസ് 11 Pro
പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല കോപൈലറ്റ് സംവിധാനം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. കോപൈലറ്റ് ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കോപൈലറ്റ് ബട്ടൺ തന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ കോപൈലറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഒരു വോയിസ് അസിസ്റ്റന്റ് AI സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോപൈലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ വോയിസ് ഉപയോഗിച്ചുകൊണ്ടോ ടെക്സ്റ്റ് ചെയ്ത് പ്രോംപ്റ്റ് നൽകിക്കൊണ്ടോ ഒക്കെ ചെയ്യാൻ സാധിക്കും. റിയൽ ടൈം AI അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫീച്ചറാണ് ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. നമുക്കൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പവർ പോയിന്റിൽ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കണമെങ്കിലോ ഒക്കെ നമ്മുടെ വോയിസ് കൊണ്ട് ജസ്റ്റ് ഇൻപുട്ട് ചെയ്താൽ മതി, കോപൈലറ്റിനോട് പറഞ്ഞാൽ മതി, അത് AI-യുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കോപൈലറ്റിന്റെ സഹായത്തോടു കൂടി അത് ചെയ്ത് തരും എന്നുള്ളതാണ് ഈ കോപൈലറ്റിന്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് സമ്മറൈസേഷൻ നമുക്ക് കോപൈലറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വലിയൊരു PDF ഫയൽ നമ്മുടെ കിട്ടി, അത് മൊത്തം നമുക്കിരുന്ന് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. കോപൈലറ്റിലേക്ക് നമ്മൾ അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം സമ്മറൈസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ കോപൈലറ്റ് അതിന്റെ ഒരു സംഗ്രഹം, അതിന്റെ ഒരു സമ്മറി നമുക്ക് നൽകും എന്നുള്ളതും പ്രത്യേകതയാണ്. മാത്രമല്ല PDF ഫയലുകളിലേക്ക് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തൊക്കെ എടുക്കാൻ നമുക്ക് ഈ ഒരു കോപൈലറ്റ് ഉപയോഗിക്കാം. നമുക്ക് വേറെ എവിടെയെങ്കിലും PDF ഫയലിൽ നിന്നുള്ള ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാനൊക്കെ അത്തരത്തിൽ കോപൈലറ്റ് വഴി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. എന്തിനു പറയുന്നു, നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ HTML ഉപയോഗിച്ചുകൊണ്ട് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനൊന്നും അറിയാത്ത ആൾക്ക് പോലും അതിന്റെ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ കോപൈലറ്റിനോട് പറഞ്ഞാൽ അതിന്റെ HTML കോഡ് ലഭിക്കും. ആ കോഡ് കൊണ്ടുവന്ന് നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മികച്ച വെബ്സൈറ്റുകൾ പോലും കോപൈലറ്റിന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. മൾട്ടി ടച്ച് പ്രിസിഷൻ ടച്ച് പാഡ് ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു ടച്ച് പാഡ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കീബോർഡും എടുത്ത് പറയേണ്ടതാണ്, വളരെ സോഫ്റ്റ് ആണ്. നല്ല രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നതിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. അപ്പോൾ മികച്ച ബിൽഡ് ക്വാളിറ്റി, അതുപോലെ മികച്ച പെർഫോമൻസ്, മികച്ച ഡിസ്പ്ലേ, മികച്ച ബാറ്ററി ലൈഫ്, കോപൈലറ്റ് പോലുള്ള AI സംവിധാനങ്ങൾ, ഇതെല്ലാം ചേരുമ്പോഴും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ലഭിക്കുന്നു. നമുക്കറിയാം ഡെൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബ്രാൻഡ് വാല്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രൈസിംഗ് അത്ര കൂടുതലൊന്നുമല്ല. ഒരു വാല്യൂ ഫോർ മണി പ്രൈസിംഗ് ആണ് ഡെൽ ഇതിന് നൽകിയിരിക്കുന്നത്. 70,097 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ഡെൽ Pro 14 എന്ന് പറയുന്ന ലാപ്ടോപ്പ് വാങ്ങാൻ സാധിക്കുന്നത്. ഡെല്ലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള Dell.com നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചേക്കാം. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണലോ അല്ലെങ്കിൽ എവറിഡേ ടാസ്ക് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് മികച്ച പെർഫോമൻസ് ഉള്ള ഒരു ലാപ്ടോപ്പ്, അതും ഡെൽ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നും AMDയുടെ പ്രോസറുമായിട്ട് വരുന്ന ഒരു ലാപ്ടോപ്പ് ഒക്കെ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡെൽ Pro 14 എന്ന് പറയുന്ന ഈ ഒരു പുതിയ ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ ഈ ഒരു പുതിയ നെയിമിംഗ് സിസ്റ്റമാണ് ഈ ഒരു ലാപ്ടോപ്പിന് ഡെൽ കൊടുത്തിരിക്കുന്നത്, ഡെൽ Pro 14. നോക്കി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ പോർട്ടുകളും, അതാണ് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചത്. ഈവൻ ഈതർനെറ്റ് പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ പോർട്ടുകളും ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച ലാപ്ടോപ്പായി മാറുകയാണ് ഡെൽ Pro 14. നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും. അതുവരെ സ്റ്റേ സേഫ്, ബൈ.